നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അങ്ങനെ ബേപ്പൂരിൽ പുലി ഇറങ്ങി. പുലി എന്ന് വെച്ചാൽ ചെറിയ പുലിയൊന്നുമല്ല, നല്ല ഒന്നാന്തരം കടലാസ് പുലി. അത് തന്നെ. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബൂക്ക. PV അൻവർ മരുമോനിസത്തിനെതിരെ ശക്തമായി പോരാടി വീരമൃത്യു വരിക്കാനോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ അംബൂക്ക രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ UDF തീരുമാനമായി. ആദ്യത്തെ ബലി നടന്നു, ആദ്യത്തെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. ആ സ്ഥാനാർത്ഥിയുടെ പേര് PV അൻവർ എന്നാണ്. എന്തുകൊണ്ട് PV അൻവർ? PV അൻവർ ഏറെക്കാലമായി നമുക്കെല്ലാവർക്കും അറിയാം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുക. സംസാരിച്ചാൽ തന്നെ വലിയ ചർച്ചയായി മാറും. അതാണ് PV അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു പ്രാധാന്യം. പറയുന്നതൊക്കെ പൊട്ടത്തരമാണെന്ന് നമ്മൾ ധരിച്ചിരുന്നാലും ശരി, അതൊക്കെ അങ്ങനെ തന്നെയാണ്, അതാണ് ശരി എന്ന് ചിന്തിച്ചുകൊണ്ട് നടന്ന ഒരാളാണ് PV അൻവർ. ആദ്യമായി PV അൻവറിന് തകർക്കേണ്ടിയിരുന്നത് പിണറായിസം എന്ന് പറയുന്ന വലിയൊരു സംഭവത്തെയാണ്. അതായത് കേരളത്തിൽ പിണറായിസം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് അത്രത്തോളം ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രത്തോളം ഒരു ബൂസ്റ്റപ്പ് കൊടുത്ത ഒരു നേതാവ് വേറെ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. പിണറായിസം, അങ്ങനെ ഒരു ഇസം ഉണ്ടോ? അത് CPM-കാർ പോലും സമ്മതിച്ചിരുന്നൊരു കാര്യമല്ല. ഇവിടെ പിണറായിസം ഒന്നും ഇല്ല എന്ന് CPM-കാർക്ക് തന്നെ അറിയാം. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി മുൻപ് ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരെക്കാൾ, അതായത് ഇപ്പോൾ പറയുന്ന കഴിഞ്ഞ 2016 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി കല്ലിടാൻ വേണ്ടി മാത്രം കല്ലിടൽ ചാണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അതിന് പകരമായി വന്ന പിണറായി വിജയൻ ശക്തമായ നേതൃത്വത്തോടു കൂടി മുന്നോട്ട് നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംസ്ഥാനത്തുണ്ടാക്കി. പക്ഷെ അതിനെയൊന്നും CPM-കാർ പിണറായിസം എന്ന് വിളിച്ച് അങ്ങോട്ട് ഉയർത്തിക്കൊണ്ട് നടന്നൊന്നുമില്ല. ആ പിണറായിസം എന്ന് പറഞ്ഞ് ഉയർത്തിക്കൊണ്ട് നടന്നത് മുഴുവൻ PV അൻവറാണ്. അതേ ഒന്നാലോചിച്ച് നോക്കൂ, അതേ ഒരു പാർട്ടിയിൽ സ്വതന്ത്രനായി നിന്ന് നിലമ്പൂരിൽ നിന്ന് ജയിച്ച് ഭരണകക്ഷി MLA ആയിരുന്ന PV അൻവർ. അന്ന് ആ PV അൻവർ ഉയർത്തിക്കൊണ്ട് വന്ന ഏറ്റവും വലിയ വാദം എന്താണെന്നറിയോ? അതായത് നിയമസഭയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന നേതാവ്, പ്രതിപക്ഷ നേതാവ്, ബാംഗ്ലൂരിൽ നിന്ന് ഒരു മീൻ വണ്ടിയിൽ 150 കോടി രൂപ കേരളത്തിലേക്ക് കടത്തി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു തുറന്നു പറച്ചിൽ. അതിൻ്റെ സഭയിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സഭാരേഖകളിൽ ഇക്കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് വലിയൊരു രാഷ്ട്രീയ ആരോപണമായി ഉയർത്തിക്കൊണ്ട് വന്ന കടന്നൽ രാജയായി മാറിയ ഒരാൾ തന്നെയായിരുന്നു PV അൻവർ. ആരോടും എന്തും മുഖം നോക്കാതെ സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ. സൗത്ത് ആഫ്രിക്കയിൽ ഗോൾഡ് ബിസിനസ്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തടയണകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി റിസോർട്ടുകൾ, അനധികൃതമായ റിസോർട്ടുകളുടെ നിർമ്മാണം എല്ലാം കൊണ്ടു നടന്ന ഒരു വലിയ നേതാവ് തന്നെയായിരുന്നു. പാർട്ടിയുമായി തെറ്റാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ തടയണ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസോർട്ടുകൾ അനധികൃതമായിട്ടാണ് നിർമ്മിച്ചത് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പണി കിട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ PV അൻവറിന് മനസ്സ് മാറി തുടങ്ങി. പിന്നെ പോലീസ് സംവിധാനത്തോടായി പുള്ളിക്കാരൻ്റെ എതിർപ്പ് മുഴുവൻ. ഇവിടെ MR അജിത് കുമാർ അടക്കമുള്ളവരെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന P ശശി മുഖ്യമന്ത്രിയെ കൊണ്ട് ചുടുചോര വാരിക്കുകയാണ് എന്നുള്ളത് അടക്കമുള്ള ആരോപണങ്ങളുമായി അദ്ദേഹം രംഗത്തേക്ക് ഇറങ്ങിയാണ് കളം പിടിക്കുന്നത്. പിന്നീട് PV അൻവർ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് അങ്ങോട്ട് വിളിച്ചു വയ്ക്കും, അംബൂക്ക ഇന്ന് പത്രസമ്മേളനം വല്ലതും ഉണ്ടോ എന്ന്. അംബൂക്കയ്ക്ക് പത്രസമ്മേളനം ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമോ VD സതീശൻ്റെ പത്രസമ്മേളനമോ എടുക്കാൻ പോകാൻ. കാര്യം ഇതിൽ ഇത്തിരി മസാല ഉണ്ടാവും. ഇവിടെ സ്വർണം പൊട്ടിക്കുന്നു, ഇവിടുത്തെ പോലീസുകാർ ഡാൻസ് ഓഫ് ടീം സ്വർണം പൊട്ടിക്കുന്നു എന്നുള്ളത് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വർണം അനധികൃതമായി ദുബായിൽ നിന്ന് സ്വർണം കടത്തി കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പിടിക്കപ്പെട്ട പ്രതികളെ കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു AI വീഡിയോ, AI അല്ലല്ലോ പറയുന്നത്, ഓഡിയോ വിഷ്വൽ ഉണ്ടാക്കി പ്രചരിപ്പിച്ച ഒരാൾ കൂടിയാണ്. അത്രയ്ക്ക് ബുദ്ധിമാനായ ഒരു നേതാവാണ് PV അൻവർ. പിടിക്കപ്പെട്ടവരാ, അവർ കള്ളന്മാരാണ്. അവർ സ്വർണം കടത്തി എയർപോർട്ട് വഴി. അപ്പോൾ എയർപോർട്ട് മീൻസ് ഫ്ലൈറ്റിലൂടെ അവർ സ്വർണം കടത്തിയിട്ടുണ്ട്. അവരെ പോലീസ് പിടിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പൊട്ടിച്ച് വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവർ വന്നിട്ട് ഇയാളോട് പറയുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് പുറത്തു വിട്ടു. അത്രയ്ക്ക് ബുദ്ധിപരമായ നീക്കമായിരുന്നു. അങ്ങനെയുള്ള PV അൻവർ പിന്നീട് അതിശക്തനായ നേതാവാണെന്ന് വരുത്തി തീർത്ത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന UDF-കാർ തന്നെയാണ്. PV അൻവർ എന്തോ വലിയ സംഭവമാണ്. PV അൻവറിനെ അവിടെ ഒറ്റയ്ക്ക് നിന്ന് 25,000-ലധികം വോട്ട് കൂടി പിടിച്ചപ്പോൾ UDF-ന് മനസ്സിലായി PV അൻവറിനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റിയ ഒരു തണ്ടിയല്ല എന്ന്. അങ്ങനെ PV അൻവറിൻ്റെ കാല് തിരുമിയും തിരുമാതെയും PV അൻവറിനെ ഒടുവിൽ ബേപ്പൂർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ സ്ഥാനാർത്ഥി നിർണയം. ഇതിൽ പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് LDF 1, UDF 0, പിന്നെ NDA 0 എന്നിങ്ങനെയാണ്. ചിലർ ഈ നമ്മൾ വോട്ടിംഗ് നില എഴുതുമല്ലോ, സീറ്റ് നില എഴുതുമ്പോൾ അങ്ങനെ ഓരോരുത്തരും അതിന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് LDF-ന് ഒരു സീറ്റ് കിട്ടി. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു സീറ്റിൽ LDF വിജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാര്യം PV അൻവർ അവിടെ വരുമ്പോൾ PV അൻവർ ചാലിയം കടപ്പുറത്തേക്ക് പോയിട്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം, അവിടെ മരുമോനിസം കളിക്കാൻ വേണ്ടി മരുമോനായതിൽ അങ്ങ് അഹങ്കരിച്ച് നടക്കുന്ന ഒരാളാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആ ഒരു ഈസത്തെ പിടിച്ചുകൊണ്ടാണ് അവിടെ പോകുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ
ഏറെക്കുറെ കേന്ദ്രീകരിക്കപ്പെടും എന്നുള്ള കാര്യം. അവിടെ ഇനിയും അടുത്ത ഇറക്കാൻ പോകുന്ന കാർഡ് വർഗീയ കാർഡായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഒരു ഈ പറയുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ തന്നെ ഈ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ വിവാഹം കഴിച്ചു പോയതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ന്യൂനപക്ഷത്തോട് വലിയ താല്പര്യമില്ലാത്തവനാണെന്നും ന്യൂനപക്ഷ വിരുദ്ധനാണെന്നും ഇതിന്റെ കണക്ഷൻ ഇങ്ങനെ കൊണ്ടുവന്നിടും. അതായത് പിണറായി വിജയന്റെ മരുമോൻ, അപ്പോൾ പുള്ളി ഇപ്പോൾ ഫലത്തിൽ അയാൾ ന്യൂനപക്ഷമാണെങ്കിൽ തന്നെയും ന്യൂനപക്ഷമല്ലാത്ത രീതിയിലാണ് ജീവിക്കുന്നത്. ഇനി പിണറായി വിജയൻ ആകട്ടെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഉറ്റ ചങ്ങാതി. അപ്പോൾ ഇതിനകത്തൊരു പൊളിറ്റിക്കലായിട്ടും ഒരു എന്താ പറയുക റാഷണലായിട്ടുമുള്ള ഒരു കണക്ഷൻ ഇതിനകത്ത് കൊടുക്കാൻ പി വി അൻവറിനെ കൊണ്ട് സാധിക്കും. അതിബുദ്ധിമാനായ ഒരു നേതാവാണ്. അതായത് പിന്നെ ഈ പറയുന്ന ഒരു ന്യൂനപക്ഷത്തിന് എതിരാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കൊണ്ടുവന്നിടും. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അതിന് വേണ്ട പിന്നെ വളവും മരുന്നും കൊടുത്തുകൊണ്ടേയിരിക്കും. കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നമുക്കറിയാമല്ലോ, അവരെത്രത്തോളമാണ് ഇതിനു വേണ്ടി വളം ഇട്ട് കൊടുക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം മുസ്ലിം ലീഗും അവിടെ ന്യൂനപക്ഷ വിരുദ്ധനാണ് മുഹമ്മദ് റിയാസ് എന്നുള്ള തലത്തിലേക്ക് അതിനെ കൊണ്ട് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇതൊക്കെയാണ് പി വി അൻവർ അവിടെ മത്സരിക്കുമ്പോൾ തനിക്ക് അനുകൂല ഘടകമായി മാറുന്നത് എന്നാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ തന്നെ അവിടുത്തെ തൊഴിലാളികളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു തോന്നലും ചാലിയം കടപ്പുറം വിസിറ്റ് ചെയ്യുന്നതിൽ പി വി അൻവറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് പി വി അൻവർ. അതിൽ തനിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമോനെ അവിടെ ആ മരുമോന്റെ അപ്രമാദിത്വത്തെ അവസാനിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് പി വി അൻവർ. നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ മരുമോനായതുകൊണ്ട് മന്ത്രിയായതല്ല, അല്ലെങ്കിൽ മരുമോനായതുകൊണ്ട് അതേ MLA ആയതല്ല. ഇതേ ആള് വീണ വിജയനെ വിവാഹം കഴിച്ചപ്പോൾ ഇതേ മുസ്ലിം ലീഗുകാർ എന്താ പറഞ്ഞ് പരത്തിയെന്നറിയാമല്ലോ. എന്താണ് വൃത്തികേട്, അങ്ങേയറ്റത്തെ വൃത്തികേട് പറഞ്ഞ് പരത്തിയവരാണ് എല്ലാവരും. അതാദ്യം മനസ്സിലാക്കണം. അതുപോട്ടെ, ഇവിടെ മുഹമ്മദ് റിയാസ് മത്സരിക്കുമ്പോൾ മുഹമ്മദ് റിയാസ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ചാടി UDF-ലേക്ക് ചാടുകയും UDF-ൽ നിന്ന് DMK-യിലേക്ക് ചാടുകയും DMK-യിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചാടുകയും പിന്നൊടുവിൽ അവിടെ നിന്ന് കറങ്ങി വീണ്ടും LDF-ലേക്ക് വരികയും ചെയ്ത ഒരു മരഞ്ചാടിയായ കുരങ്ങന്റെ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയല്ല. 6 വയസ്സ് മുതൽ SFIയിൽ പ്രവർത്തിച്ചു വരുന്ന ശക്തനായ SFIയുടെ ഒരു നേതാവും DYFIയുടെ നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവും ഒക്കെയാണ് പറയുന്ന മുഹമ്മദ് റിയാസ്. അല്ലാതെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇന്നലെ പെയ്ത മഴയ്ക്ക് കിളിർത്ത് വന്ന ഒരു തകരയല്ല എന്നർത്ഥം. കുട്ടിക്കാലം മുതൽ തന്നെ പാർട്ടി പ്രവർത്തന രംഗത്ത്, അത് ചെറുപ്പകാലം SFI എന്ന് ഉച്ചരിക്കാൻ ശീലിച്ച കാലം മുതൽ തന്നെ 6ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ ആ അത്ര ചെറിയ കാലഘട്ടം മുതൽ തന്നെ SFIക്ക് വേണ്ടിയും, അതായത് ഇടതുപക്ഷത്തോട് CPM-നോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ്. ജനങ്ങളുമായി ഇടപഴകാൻ അറിയാവുന്ന ഒരു നേതാവ് തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. അല്ലാതെ സ്വർണം കടത്തിക്കൊണ്ട് വന്ന മലദ്വാരത്തിലും അവിടെ ഇവിടെയൊക്കെ സ്വർണം ഒളിപ്പിച്ചുകൊണ്ട് വന്നവരുമായിട്ടുള്ള കണക്ഷൻ അല്ല മുഹമ്മദ് റിയാസിനുള്ളത് എന്നർത്ഥം. അപ്പോൾ അങ്ങനെ വന്ന മുഹമ്മദ് റിയാസ് ബേപ്പൂരിനെ അങ്ങ് തഴഞ്ഞിട്ടിരിക്കുകയാണോ? വികസനങ്ങളൊന്നും എത്താത്തൊരിടമാണോ? അല്ല. 2000 കോടിയുടെ പദ്ധതിക്കാണ് അതായത് വിഴിഞ്ഞം തുറമുഖത്തിന് സമാനമായ ഒരു തുറമുഖമാണ് ബേപ്പൂരിൽ ലക്ഷ്യം വെക്കുന്നത്. വെറുതെ അല്ല. ബേപ്പൂർ എന്ന് പറയുന്നിടത്ത് ഒരു തുറമുഖം വരാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഡ്രഡ്ജിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഏകദേശം 3.7 മീറ്റർ ആഴമുണ്ടായിരുന്ന കടൽ ആ ഭാഗത്ത് ഏകദേശം 5.5 മീറ്റർ എന്ന് പറയുന്ന ഒരു ഹൈറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആഴത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം. അതായത് വിഴിഞ്ഞം പോർട്ടിനോട് സമാനമായ ഒരു പോർട്ടായി അത് മാറുന്നു. അവിടെ പിന്നെ കണക്ടിവിറ്റി, സീപോർട്ട് എയർപോർട്ട് കണക്ടിവിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് അപ്പോൾ ഒരു സീപോർട്ട് അല്ലെങ്കിൽ വരുമ്പോൾ അവിടെ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു മാറ്റം എത്രത്തോളം വലുതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതായിരിക്കും. ബേപ്പൂരിൽ ഒരു പോർട്ട് വരുമ്പോൾ ഇതിനോട് സമാനമായ ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായി ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മംഗലാപുരം പോർട്ട് തുടങ്ങിയവയായിട്ട് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതിന് 2000 കോടി രൂപയാണ് ഇപ്പോൾ ബേപ്പൂർ മുടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതോടുകൂടി ബേപ്പൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെ കച്ചവടങ്ങൾ ഉണ്ടാകാം, അവിടുത്തെ സ്ഥലത്തിന്, അവിടെ റിയൽ എസ്റ്റേറ്റിന് കൂടുതൽ സാധ്യതകൾ അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ വ്യാവസായികമായി അവിടെ ഉണ്ടാകാവുന്ന അഭിവൃദ്ധി, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, അങ്ങനെ സമൂലമായ ഒരു പോർട്ട് വരുമ്പോൾ തന്നെ സമൂലമായ ഒരു പരിവർത്തനം ആ നാടിന്, ഒരു നല്ല രീതിയിലുള്ള ഒരു വികസനാത്മകമായ ഒരു പരിവർത്തനം ആ ഓരോ നാടിനും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പോർട്ട് അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറുതല്ല, 2000 കോടി രൂപ മുതൽ മുടക്കിൽ ഉണ്ടാക്കുന്ന ഒരു പോർട്ടാണ്. അതിൻ്റെ ഡ്രഡ്ജിംഗ് പരിപാടികൾ നടന്നു വരികയും ചെയ്യുന്നു.
ഇനി ഫിഷറീസ്, അതായത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ പാടെ തഴഞ്ഞിട്ടിരിക്കുകയാണ് എന്നാണ് അവിടെ ചാലിയത്ത് പോയി സന്ദർശനം നടത്തിയ ശേഷം പി വി അൻവറിന്റെ കണ്ടെത്തൽ. എന്നാൽ അവിടെ അങ്ങനെയാണോ? അവിടെ ഫിഷിംഗ് വെൻഡിങ് സ്റ്റാളുകൾ അവിടെ സ്ഥാപിക്കുകയാണ്, ഏകദേശം 47 ലക്ഷം രൂപ മുടക്കിയിട്ട്, അതായത് നമ്മുടെ ഫിഷിംഗ് ഹാർബറിനോട് ചേർന്നിട്ട്. ഇത് കൂടാതെ ഫിഷറീസ് ട്രെയിനിങ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 250.95 കോടി രൂപ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ചാലിയത്തിനോടോ അല്ലെങ്കിൽ ബേപ്പൂരിന് വേണ്ടി സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേട്ടം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇത് കൂടാതെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് ബോക്സുകൾ ഘടിപ്പിച്ച, അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഐസ് ബോക്സുകൾ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കവും നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിന് ഫണ്ട് വിലയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഔട്ട്ബോർഡ് മോട്ടോർ റിപ്പയറിംഗ് സെന്ററുകൾ അത് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതെല്ലാം ഫിഷറീസുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ അവരിലെ ഉന്നമനത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതാണ്. ചാലിയം ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു പോർട്ടിന്റെ വികസനം വരുന്നുണ്ട്, അത് വിഴിഞ്ഞം മോഡലിൽ അതിൻ്റെ ഒരു സാറ്റലൈറ്റ് പോർട്ട് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പോർട്ടാണ്. അവിടെ അവിടുത്തെ ചാലിയം ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഫിഷ് വെൻഡിങ് സ്റ്റാളുകൾ പൈസ മുടക്കിയിട്ട് സ്ഥാപിക്കുന്നു, സ്കൂട്ടറുകൾ അവർക്ക് കൊടുക്കുന്നു. അവിടെ നല്ല 250-ലധികം 260ഓളം കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് അവിടെ ഫിഷറീസ് ട്രെയിനിങ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങാൻ പോകുന്നു. ഇത് നമ്മൾ ആലോചിക്കേണ്ടത് ആരാണ് അവിടെ ഭരിക്കുന്നത് നോക്കുക. അവിടെ LDFന്റെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് മന്ത്രി അവിടെ വന്നുകൊണ്ടിരിക്കുന്നു, അവിടെ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്നു. ആ സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യം, നീ അവിടെ കത്തിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യം മതം മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ടൂറിസം പദ്ധതി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേപ്പൂരിന് തന്നെ ഇത്തവണ ഒരു അന്താരാഷ്ട്ര പുരസ്കാരം ICRTയുടെ ഗോൾഡ് വിന്നർ പുരസ്കാരം കിട്ടിയ ഒരു നാട് കൂടിയാണ് നമ്മുടെ ബേപ്പൂർ എന്ന് നമുക്കറിയാം. അവിടെ നമുക്കറിയാവുന്ന പോലെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാട്ടർ ഫെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബേപ്പൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അവിടെ ടൂറിസം മേഖലയെ കുറച്ചുകൂടെ ഒന്ന് ബേപ്പൂരിലെ ടൂറിസം എങ്ങനെ ആവണം എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിയ പഠനങ്ങളുടെ ഭാഗമായി അതിന് വാട്ടർ ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികൾ, അതോടൊപ്പം നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്ന അടക്കമുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കി മാറ്റാൻ ബേപ്പൂരിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു നേട്ടം. പിന്നെ റോഡ് നവീകരണം, സ്വാഭാവികമായി റോഡ് നവീകരണം, അതുപോലെ ബേപ്പൂർ ചെറുവണ്ണൂർ റോഡ് അതിൻ്റെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സ്ഥലം എക്വിസിഷൻ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സ്വാഭാവികം അവിടെ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് ബേപ്പൂർ പാലത്തിൻ്റെ നിർമ്മാണം, അങ്ങനെ തുടങ്ങി നിരവധി വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞ ഒരാൾ തന്നെയാണ് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് മുഹമ്മദ് റിയാസ് എന്ന് നമുക്കറിയാം. നമ്മൾ മറിച്ചൊന്ന് ചോദിക്കട്ടെ, നിലമ്പൂരിൽ നിങ്ങൾ ഇരുന്ന 4 വർഷക്കാലം നിങ്ങൾ PV അൻവർ എന്ന് പറയുന്ന ഒരാൾ ആ നിലമ്പൂരിന് വേണ്ടി എന്താണ് ചെയ്തത്? അത് നിങ്ങൾ എടുത്തു പറയൂ. ഇന്ന കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കാൻ PV അൻവറിനുണ്ടോ? ഈ പറയുന്ന നാഴികയ്ക്ക് 40 വട്ടം മുന്നണിയിൽ ഓരോ മുന്നണി മാറി മാറി നിന്നുകൊണ്ട് മറ്റുള്ള സ്വന്തം പാർട്ടിക്കാരെ പോലും അല്ലെങ്കിൽ സ്വന്തം മുന്നണിയിൽപ്പെട്ടവരെ പോലും അപഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നടന്ന നിങ്ങളെപ്പോലെ ഒരാളെ എങ്ങനെയാണ് ബേപ്പൂരിലെ ജനം നാളെ 2 കൈ നീട്ടി സ്വീകരിക്കേണ്ടത്? നാളെ ബേപ്പൂരിലെ ജനങ്ങൾക്കുണ്ടായ അതേ പ്രശ്നം അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടായ അതേ പ്രശ്നം ബേപ്പൂർ ജനതയ്ക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ PV അൻവറിനെ കൊണ്ട് സാധിക്കുമോ? ഇന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PV അൻവർ മനസ്സിലാക്കേണ്ട കാര്യം, PV അൻവറിന്റെ ശല്യം ഒഴിവാക്കുകയായിരുന്നു ശരിക്കും ഇവർ ചെയ്തത്. അതായത് നമ്മുടെ VD സതീശൻ ചെയ്തത് ശല്യം ഒഴിവാക്കി വിട്ടു. കാരണം വെച്ചാൽ ഇനി നാളെ PV അൻവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരരുത്. പണി കൊടുത്തു എന്ന് പച്ചയ്ക്ക് പറയാം. എന്ന് വെച്ചാൽ ഇനി ഈ ശല്യം കൊണ്ട് വരരുത്, നിങ്ങൾ അവിടെ പോയി തോക്കണം, തോറ്റു കഴിഞ്ഞാൽ പിന്നെ വരില്ല. അതാണ് PV അൻവറിനെ ഇപ്പം പെട്ടെന്ന് തന്നെ ചാടിക്കേറി സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഒരു ഉദ്ദേശം. അല്ലാതെ ഇവിടെ വന്ന് മരിമോനിസം എന്ന് പറയുന്ന ഒരു ഇസം ഉണ്ടെന്ന് വെറുതെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ്. ഇപ്പം നമ്മൾ നോക്കൂ, ജനങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി ബേപ്പൂരിലുള്ള PV അൻവറിനെ നാളെ അവിടെ മത്സരിപ്പിക്കുന്നുണ്ട്. നാളെ PV അൻവർ UDF മുന്നണി വിടില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ PV അൻവറിന് തന്നെ ഉറപ്പുണ്ടോ? ഞാൻ ഈ മുന്നണി വിടില്ല എന്നുള്ള കാര്യം PV അൻവറിന് ഉറപ്പുണ്ടോ? ഇതല്ലെങ്കിൽ എന്നെ നാളെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കില്ല. ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം PV അൻവറിനോട് വലിയ മതിപ്പില്ലാതെ നിൽക്കുകയാണെന്നേ. PV അൻവർ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്.
ഈ പി വി അൻവർ ഇപ്പം മത്സരിക്കാൻ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. അവരെ കുത്തിയിളക്കാൻ വേണ്ട നടപടിക്രമങ്ങളായിരിക്കും ഇനി പി വി അൻവർ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഈ പറയുന്ന SDP-ക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരായി എടുക്കുന്ന CPM-ന്റെ നിലപാട് അത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പറയുന്ന വർഗീയ കാർഡ് ഇറക്കിയുള്ള കളിക്കാണ് പി വി അൻവർ തയ്യാറെടുക്കുന്നത്. അതാണ് പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത്, അല്ല വേറൊന്നുമല്ല. അല്ലാതെ വികസനത്തെക്കുറിച്ച് പി വി അൻവറിന് എന്ത് സംസാരിക്കാനുണ്ട്? അല്ലെങ്കിൽ UDF ഇവിടെ വന്നു കഴിഞ്ഞാൽ തേനും പാലും ഒഴുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വാഗ്ദാനമാണ് ബേപ്പൂരിലെ ജനങ്ങൾ കൊടുക്കാനുള്ളത്? നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നണി വിട്ടു പോകില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ പി വി അൻവറിന് സാധിക്കുമോ ബേപ്പൂരിൽ നിന്ന്? അതും സാധിക്കില്ല. നിങ്ങൾ പാർട്ടി മാറില്ല, പി വി അൻവർ പാർട്ടി മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബേപ്പൂരിലെ ജനങ്ങൾക്ക് ഒരു നീതി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഉറപ്പ് കൊടുക്കാൻ പി വി അൻവറിനെ കൊണ്ട് സാധിക്കുമോ? ഇല്ലേ ഇല്ല. പിന്നെ എന്ത് ഉറപ്പിന്മേലാണ് ബേപ്പൂരിലെ ജനങ്ങൾ പി വി അൻവറിനെ സ്വീകരിക്കേണ്ടത്? അപ്പോൾ അവിടെ പി വി അൻവർ ഉപയോഗിക്കുന്നത് തീർച്ചയായും വർഗീയ കാർഡ് തന്നെ ആയിരിക്കും. വർഗീയമായ കാർഡ് ഇറക്കി കളിക്കാൻ UDF പണ്ടേ തീരുമാനിച്ചു. അത് നമ്മൾ ശബരിമല ആഗോള അയ്യപ്പ സംഗമം മുതൽ തുടർന്ന് ഇങ്ങോട്ട് UDF-ന്റെ സമീപനത്തിലുണ്ടായ മാറ്റം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഏത് രീതിയിലാണ് ഇവിടെ UDF വർഗീയ കാർഡ് ഇറക്കാൻ പോകുന്നത് എന്ന് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കും. ആ വർഗീയ കാർഡ് അവർ തീർച്ചയായും ഇവിടെ ഇറക്കും. എന്തുകൊണ്ടാണ് ബേപ്പൂരിൽ വർഗീയ കാർഡ് അത് ഫലപ്രദമാകുമോ എന്ന് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഇത് അങ്ങനെയല്ല കണക്ഷൻ വരുന്നത്. ഇത് വീണാ വിജയന്റെ ഭർത്താവ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഭർത്താവ്, അതായത് മരുമോൻ, ആ മുഖ്യമന്ത്രി പിണറായി വിജയന് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് അടുപ്പം. ഈ തരത്തിലുള്ള ഒരു വളഞ്ഞ വഴിയിലുള്ള വർഗീയ കാർഡ് ഇറക്കി അവിടെ കളം പിടിക്കാനുള്ള നോട്ടമാണ് പി വി അൻവറിനുള്ളത്. അത് ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. ചെറുക്കപ്പെട്ടില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി തന്നെ ആശങ്കയിലേക്ക് പോകുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.